അടുത്ത വീഡിയോ നമുക്ക് നോക്കേണ്ടത് ആഷാഢ് കാ ഏക് ദിൻ മോഹൻ രാകേഷിൻ്റെ ആഷാഢ് കാ ഏക് ദിനിലെ ചില ഷോർട്ട് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ആഷാഢ് കാ ഏക് ദിൻ കിസ്കി രചന ഹെ, കിസ് വിധാ की രചന ഹെ? आषाढ़ का एक दिन प्रसिद्ध नाटककार श्री മോഹൻ രാകേഷ് का അമർ നാടക് ഹെ. വിധ, ഇതിൽ വിധ എന്ന് പറയുന്നത് ഏത് സാഹിത്യത്തിൻ്റെ ഏത് ശാഖയിൽ പെടും എന്നുള്ളതാണ്. അപ്പോൾ നാടകശാഖയിലാണ് ഈ ആഷാഢ് കാ ഏക് ദിൻ വരുന്നത്. മോഹൻ രാകേഷ് की 3 നാട്യരചനാओं के नाम बताइए. മൂന്ന് നാടകങ്ങൾ ഏതൊക്കെയാണ്? ആഷാഢ് കാ ഏക് ദിൻ, ആധെ അധൂരെ और लहरों के राजहंस. കാളിദാസ് कौन है? नाटककार ने उनका चरित्र चित्रण किया है. ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങളെ പറ്റി ചുരുക്കിയതിൽ വരും. कालिदास आषाढ़ का एक दिन नाटक का मुख्य पात्र और संस्कृत के सर्वश्रेष्ठ कवि है. कालिदास ऋतुसंहार, मेघदूत, कुमार संभव, रघुवंश, अभिज्ञान शाकुंतलम आदि श्रेष्ठ काव्य रचनाओं के रचयिता और कवि कुल गुरु आदि के रूप में मशहूर है. കവി കുലഗുരു എന്നാണ്, കവികളുടെ കുലഗുരുവാണ്. ഈ രൂപത്തിലൊക്കെ അദ്ദേഹം പ്രശസ്തനാണ്. പഹലെ വേ ഏക് മാമൂലി കവി ഥേ. ആദ്യം അദ്ദേഹം ഒരു സാധാരണ കവിയായിരുന്നു. ബാദുമേ വോ ഉജ്ജയിനി കി രാജപുത്രി സെ വിവാഹ് കർത്തേ ഹെ. പിന്നീട് ഉജ്ജയിനിയിലുള്ള രാജപുത്രിയുമായിട്ട് വിവാഹം നടത്തുന്നു. പ്രിയങ്കു മഞ്ചരി ഓർമ്മയുണ്ടല്ലോ അത്. और अपनी गाँव की भोली भाली मल्लिका के प्रेम को भूल देते हैं. തൻ്റെ ഗ്രാമത്തിലുള്ള നിഷ്കളങ്കയായിട്ടുള്ള മല്ലികയുടെ പ്രേമത്തെ മറക്കുകയും ചെയ്തു. ബാദുമേ വേ കശ്മീർ കാ ശാസക് ബൻകർ വഹാൻ ജാത്തെ ഹെ. അതിനുശേഷം അദ്ദേഹം കാശ്മീരിലെ ഭരണാധികാരിയായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. അന്തുമേം മല്ലികാക്കെ പാസ് ഹി പൗഞ്ചത്തെ ഹെ. അവസാനം മല്ലികയുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. വഹാ മല്ലിക की बच्ची के रोने की आवाज सुनकर वे मल्लिका को छोड़कर चले जाते हैं. പക്ഷെ അവിടെ മല്ലികയുടെ കുഞ്ഞിൻ്റെ കരച്ചിൽ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം മല്ലികയെ വിട്ടിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. നാടകക്കാരനെ പ്രസ്തുत नाटक में कालिदास को स्वार्थी, प्रकृति प्रेमी, पशुओं के प्रति सहानुभूतिपूर्ण व्यवहार करने वाले दुर्बल चरित्र प्रेमी के रूप में ചിത്രിത് കിയാ ഹെ. അപ്പോൾ ഈ നാടകത്തിൽ നാടകകൃത്ത് കാളിദാസനെ എന്തായിട്ട് കണക്കാക്കിയിരിക്കുന്നത്? സ്വാർത്ഥനായിട്ടും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവനായിട്ടും മൃഗങ്ങളോട് സഹാനുഭൂതിയോടുകൂടി അനുകമ്പയോടുകൂടി പെരുമാറുന്നവനായിട്ടും അതോടൊപ്പം വീക്കായിട്ടുള്ള ക്യാരക്ടറായിട്ട് ദുർബലനായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു കാമുകനായിട്ടും ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൽ ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എല്ലാ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാൻ സാധിക്കും. സാഹിത്യാചാര്യ സെക്കൻഡ് പേപ്പറിലുള്ള നാടകമാണ് ഏത്? ആഷാഢ് കാ ഏക് ദിൻ. അപ്പോൾ അതിലുള്ള ചോദ്യങ്ങളാണ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അതോടൊപ്പം ഓരോ കഥാപാത്രത്തെ പറ്റിയുള്ള ചുരുക്കിയുള്ള വിവരങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. മല്ലിക कौन है? മല്ലിക ആഷാഢ് കാ ഏക് ദിൻ നാടക കാ മുഖ്യ പാത്ര और गाँव की पितृहीन बालिका है. അച്ഛൻ ഇല്ല, ആ കുട്ടിക്ക് അച്ഛൻ മരിച്ചുപോയി. विधवा माता अंबिका की एकमात्र पुत्री होने के कारण माँ ने बड़े लाड प्यार से उसका पालन पोषण किया था. വിധവയായിട്ടുള്ള അമ്മ, അംബികയുടെ ഒരേ ഒരു മകളായതുകൊണ്ട് അമ്മ വളരെ സ്നേഹത്തിലും ലാളിച്ചിട്ടുമാണ് ആ കുട്ടിയെ അല്ലെങ്കിൽ മല്ലികയെ വളർത്തി വലുതാക്കിയത്. വഹ് കാളിദാസ് की പ്രേമിക थी. കാളിദാസനെ അവൾ ഇഷ്ടപ്പെടുന്നു. കാളിദാസ് രാജകവി ബൻ ജാനെ കെ ബാദ് ഉസ്കാ ജീവൻ ബർബാദ് ഹോ ഗയ. കാളിദാസ് രാജകവി ആയതിനു ശേഷം അവളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി. അവർ വാരാങ്കനാവും കാസ ജീവൻ വിതാക്കർ. വാരാങ്കന എന്ന് പറഞ്ഞാൽ ഒരു വേശ്യകളെ പോലെയുള്ള ജീവിതം നയിച്ചുകൊണ്ട് ഏക് ബേട്ടിക്കോ ജന്മദേത്തി ഹെ. ഒരു മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ ആരാണ്? വിലോ എന്നുള്ള കഥാപാത്രമാണ്. അടുത്ത अंबिका कौन है? अंबिका आषाढ़ का एक दिन नाटक का मुख्य पात्र
और नाटक की नायिका मल्लिका की माता है। विधवा अंबिका बेटी का पालन पोषण अच्छी तरह करती है। पुत्री के भविष्य की चिंता उसके मन में हमेशा छाई रहती है. മകളുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്ക अंबिका മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. कालिदास और पुत्री के संबंध में अपवाद फैल जाने के कारण उसके मन में आशंका पैदा होती है. ആ ഗ്രാമപ്രദേശത്തിലെ കാളിദാസൻ്റെയും അല്ലെങ്കിൽ കാളിദാസനും മല്ലികയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള അപവാദങ്ങൾ വ്യാപിക്കുന്നത് കാരണം അവരുടെ മനസ്സിൽ ആശങ്ക ഉടലെടുക്കുന്നു. സ്വാർത്ഥി കാളിദാസ് और भोली भाली पुत्री के बीच का संबंध. കാളിദാസ് സ്വാർത്ഥനാണ്, നമുക്ക് ആ നാടകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നിഷ്കളങ്കയാണ് ആര്? മല്ലിക. ഇവർ തമ്മിലുള്ള ബന്ധം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വൃദ്ധയായിട്ടുള്ള ലോകപരിജ്ഞാനമുള്ള വൃദ്ധയായിട്ടുള്ള അംബിക കഭി ഭി ചാഹത്തി നഹീതി, ഒരിക്കലും അവർക്കതിഷ്ടമില്ല. അന്തുമേ മല്ലിക കി ഭവിഷ്യക്ക് ആശങ്കാസെ തടപ്പുകാർ, ഇവിടെ കറാണ് കേട്ട്, കായല്ല, തടപ്പുകാർ ഉസ്കി വൃത്തി ഹോത്തി ഹെ. അവസാനം തൻ്റെ മകളുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്കയാൽ പിടച്ച് മനസ്സ് നൊന്ത് അവർ മരിക്കുകയാണ് ചെയ്തത്. അടുത്ത ദന്തുൽ കോൻ ഹെ. ദന്തുൽ ആഷാഢ് കാ ഏക് ദിൻ കാ പാത്ര രാജപുരുഷ് ഹെ, രാജപുരുഷാണ്. ഏക് ഹരിൺഷാവോക്കോ ഉസിനെ ആഹത്ത് കിയ, ഒരു മാൻപേടയ്ക്ക് മുറിവേൽപ്പിച്ചോയാണ്. ഒരു മാൻപേടയെ മുറിവേൽപ്പിക്കുകയും അവർ ഈ സിൽസിലേമേയും അതിൻ്റെ തുടർച്ചയായിട്ട് മല്ലിക और कालिदास से मिला, മല്ലികയെയും കാളിദാസിനെയും കാണുകയും ചെയ്തു. बाद में वो कालिदास को राजकवि का पद और राजकीय सम्मान प्रदान करने की सूचना भी मल्लिका को देता है. അതിനുശേഷം അയാൾ കാളിദാസന് രാജകവി എന്നുള്ള പദം, സ്ഥാനം കിട്ടിയെന്നും രാജകീയമായിട്ടുള്ള ആ ആദരവ് പ്രദാനം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആദരവ് കൊടുക്കുന്നു എന്നുള്ള ഇൻഫർമേഷനും മല്ലികയ്ക്ക് കൊടുക്കുന്നു. वह मल्लिका से कहता है कालिदास को उज्जैनी ले जाने के लिए ആചാര്യ വരരുചി ആയേ ഹെ. അയാൾ വന്നിട്ട് മല്ലികയോട് പറയാണ്, കാളിദാസനെ ഉജ്ജയിനിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആചാര്യ വരരുചി വന്നിരിക്കുകയാണ്. ആചാര്യ വരരുചി ആരാണ്? ഉജ്ജയിനിയിലുള്ള രാജ ആചാര്യനാണ്, രാജാവിൻ്റെ ആചാര്യനാണ്, കുല ആചാര്യനാണ് വരരുചി. और सम्राट ऋतुसंहार पढ़कर उसके रचयिता को सम्मानित करने के लिए उसे राजकवि का आसन देना चाहते हैं. ചക്രവർത്തി, ഉജ്ജയിനിയിലുള്ള ചക്രവർത്തി ഋതുസംഹാരം വായിച്ചിട്ട് അതിൻ്റെ രചയിതാവിനെ ആദരിക്കാനായി അയാൾക്ക് രാജകവി എന്നുള്ള ആ ഒരു പദവി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പനാ യഹ് കർത്തവ്യ നിഭാക്കർ ദന്തുൽ ചലാ ജാത്ത ഹെ. അയാൾ അയാളുടെ ഡ്യൂട്ടി അയാൾ നിർവഹിച്ചിട്ട് തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ദന്തുൽ അവിടെ നിന്ന് പോവുകയാണ്. നമുക്കറിയാം ആ സന്ദർഭമൊക്കെ. ഇപ്പം കാളിദാസ് എന്നുള്ള പേര് കേട്ടപ്പോഴത്തേക്ക് മഹാകവി കാളിദാസനോ എന്നാണ് മല്ലികയോട് ചോദിക്കുന്നത്, അല്ലേ? അടുത്ത 7 നിക്ഷേപ് കോൻഹെ. നിക്ഷേപ് ഗ്രാമപുരുഷ നിക്ഷേപ് ആഷാഢ് കാ ഏക് ദിൻ കാ പാത്ര ഹെ. നിക്ഷേപ് കാളിദാസ് और മല്ലിക കാ ശുഭചിന്തക് ഹെ. ഇവർക്ക് വെൽവിഷറാണ്. ശുഭചിന്തക് എന്ന് പറഞ്ഞാൽ വെൽവിഷറാണ്. കാളിദാസിൻ്റെയും മല്ലികയുടെയും വെൽവിഷറാണ് ആര്? നിക്ഷേപ്. കാളിദാസ് കോ ഉജ്ജയിനി ഭിജ്വാനെ കാ സാരാ പ്രബന്ധ നിക്ഷേപ് ഹി കർത്താ ഹെ. കാളിദാസിനെ ഉജ്ജയിനിയിലേക്ക് അയക്കാനുള്ള എല്ലാ ഏർപ്പാടും നിക്ഷേപാണ് ചെയ്യുന്നത്. അയാളുടെ പ്രേരണ നന്നായിട്ടുണ്ട് കാളിദാസൻ ഉജ്ജയിനിയിലേക്ക് പോകാൻ. ഇസ് പ്രകാർ നിക്ഷേപ് അംബികാക്കെ പരിവാർ കാ ഹിതൈഷി തഥാ വ്യവഹാർ കുശൽ ഹി. നന്നായിട്ട് എങ്ങനെ പെരുമാറാൻ ഒരാളെങ്ങനെയാണോ പെരുമാറേണ്ടത് ആ അത്തരത്തിൽ പെരുമാറാനുള്ള കഴിവുള്ള ഇവരുടെ കുടുംബത്തോട്, അംബികയുടെ കുടുംബത്തിനോട് ഒരു നന്മ വച്ച് പുലർത്തുന്ന വ്യക്തിയാണ് ആര്? നിക്ഷേപ്. അടുത്ത വിലോം കോൻ ഹെ. വിലോം ആഷാഢ് കാ ഏക് ദിൻ നാടക് കാ ഏക് മുഖ്യ പാത്ര ഹെ. ഈർഷ്യാലു വിലോം കാളിദാസ് കാ പ്രതിദ്വന്ദി ഹെ. കാളിദാസിനോട് ഏറ്റുമുട്ടുന്ന, എതിരാളിയായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അസൂയാലുവായ വിലോം. നാടക് കി നായിക മല്ലിക കി വിവശത കാ ലാഭ് ഉഠാക്കർ. നാടകത്തിലെ നായികയായിട്ടുള്ള മല്ലികയുടെ
ഗത്യന്തരമില്ലായ്മ, നിവർത്തികേട് ചൂഷണം ചെയ്തുകൊണ്ട് ഉസെ അപ്പനി വാസനാക്കി പൂർത്തി ക ഉപകരൺ ബനാത്ത ഹെ, അവളെ തൻ്റെ കാമവികാരത്തിനെ പൂർത്തീകരിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുന്നു. और अंत में मल्लिका को अपनी पुत्री की मां बनाने में उसने सफलता प्राप्त की है. അവസാനം മല്ലികയെ തൻ്റെ പുത്രിയുടെ അമ്മയാക്കുന്നതിൽ അയാൾ വിജയം കൈവരിക്കുകയും ചെയ്തു. इस प्रकार एक घृणित पात्र के रूप में वह प्रस्तुत नाटक में हमारे सामने आता है. ഇപ്രകാരം ഒരു വെറുക്കപ്പെട്ട കഥാപാത്രം, വായനക്കാരുടെ മനസ്സിൽ ഒരു വെറുപ്പുണ്ടാക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഈ നാടകത്തിൽ അയാൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അടുത്ത 9ാമത്തെ ചോദ്യം, പ്രിയങ്കു മഞ്ചരി കോൻ ഹേ വഹ് മല്ലികാസെ മിൽനെ ക്യോ ആയി. പ്രിയങ്കു മഞ്ചരി ആരാണ്? അവൾ മല്ലികയെ കാണാൻ വേണ്ടി എന്തിനാണ് വന്നത്? അല്ലെങ്കിൽ മല്ലിക और പ്രിയങ്കു മഞ്ചരി കെ മിലൻ കെ ബാരെ മേ ലിഖിയെ. ഇവർ തമ്മിൽ കണ്ടല്ലോ, അതിനെപ്പറ്റി വർണ്ണിക്കുക എന്നാണ്. പ്രിയങ്കു മഞ്ചരി നമുക്കറിയാം, ഉജ്ജയിനിയിലുള്ള രാജകുമാരിയാണ്. കാളിദാസൻ അവിടെ എത്തിയതിന് ശേഷം പ്രിയങ്കു മഞ്ചരിയെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ കാളിദാസനോടൊപ്പം ഒരിക്കൽ മല്ലികയുടെ ഗ്രാമത്തിലേക്ക് വന്നു. കാളിദാസ് പക്ഷേ മല്ലികയെ കാണാൻ വന്നില്ല. പ്രിയങ്കു മഞ്ചരി ആകട്ടെ മല്ലികയുടെ വീട് സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്. അത് ആ കഥയിൽ നമ്മൾ പഠിച്ചതാണ്. प्रियंकु मंचरी आषाढ़ का एक दिन नामक नाटक का मुख्य पात्र है. प्रियंकु मंचरी उज्जैनी नरेश की पुत्री और कालिदास की पत्नी है. ताയുടെ പതി ന്യായാണ് കേട്ടോ, ഇവിടെ ന്യായ എഴുതിക്കൊള്ളുക. वह अपने पति से अत्यधिक प्रेम करती है. कश्मीर यात्रा के बीच में प्रियंकु मंचरी ग्राम प्रांतर में मल्लिका से मिलती है. കാശ്മീർ യാത്രക്കിടയിലാണ് പ്രിയങ്കു മഞ്ചരി ഗ്രാമപ്രദേശത്ത് വന്നിട്ട് മല്ലികയെ കാണുന്നത്. വഹ് ജാൻതി ദി കി മല്ലിക കാളിദാസ് കി സംഗിനി ഹേ. അവർക്കറിയാം മല്ലിക കാളിദാസിൻ്റെ കൂട്ടുകാരിയായിരുന്നു എന്നുള്ളത്. അവർ ഉൻകി രചനാവോ കെ പ്രതി മോഹ് രക്തി ഹേ. മാത്രമല്ല കാളിദാസൻ്റെ കൃതികളോട് വളരെയധികം താല്പര്യമുള്ളവളാണ് മല്ലിക എന്ന കാര്യവും പ്രിയങ്കു മഞ്ചരി മനസ്സിലാക്കുന്നു. वह मल्लिका को अभावग्रस्त जीवन से बचाकर രാജപ്രാസാദ് ലേ ജാനെ കെ ലിയെ തയ്യാർ ഹോത്തി ഹെ. അവൾ മല്ലികയുടെ ആ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് മല്ലികയെ രക്ഷപ്പെടുത്തിയിട്ട്, അഭാവം എന്ന് പറഞ്ഞാൽ ഗരീബിയാണ്, ദാരിദ്ര്യം പിടിച്ച ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അവൾ തയ്യാറാകും. अपने प्रिय को संतुष्ट रखने के लिए वो कश्मीर में उस ग्राम की एक अनुकृति बनाने की बात भी മല്ലിക സെ കഹത്തി ഹെ. തൻ്റെ പ്രിയതമനായ കാളിദാസനെ, ഇപ്പം മാതൃഗുപ്താണ്, കാളിദാസൻ്റെ ഇപ്പോഴത്തെ പേര് മാതൃഗുപ്ത എന്നാണല്ലോ. ആ മാതൃഗുപ്തനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അയാളുടെ മനസ്സിനൊരു സംതൃപ്തി കിട്ടാൻ വേണ്ടി അവൾ കാശ്മീരിൽ ആ ഗ്രാമത്തിൻ്റെ ഒരു എന്താണ് അതിനെ പറയുക, ഒരു അനുകൃതി, ഒരു പ്രതിരൂപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യത്തെ പറ്റി മല്ലികയോട് സംസാരിക്കുന്നു. ഗ്രാമത്തിൻ്റെ അതേ ഒരു മോഡല് കാശ്മീരിൽ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടി മല്ലികയോട് സംസാരിക്കുന്നു. മല്ലിക കെ ഘർ കി ദയനീയ ദശ ദേഖ് കർ ഏക് നയാ ഘർ ബൻവാനെ കാ ആഗ്രഹ ഭി വഹ് മല്ലിക സെ. ഇവിടെ കർത്തി ഹെ, ഇറങ്ങ ചേർക്കുക. മല്ലികയുടെ വീട്ടിൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഒരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാനുള്ള ആഗ്രഹവും അവൾ മല്ലികയോട് പ്രകടിപ്പിക്കുകയാണ്. വഹ് മല്ലികാക്കോ കശ്മീർ ले जाकर अपने किसी कर्मचारी के साथ विवाह करा देने की इच्छा भी मल्लिका के सामने प्रकट करती है. മാത്രമല്ല കാശ്മീരിലേക്ക് മല്ലികയെ കൊണ്ടുപോയിട്ട് തൻ്റെ ഏതെങ്കിലും ഒരു രാജകീയ ഉദ്യോഗസ്ഥനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള ആഗ്രഹവും മല്ലികയുടെ മുന്നിൽ അവൾ പ്രകടിപ്പിക്കുന്നു. इस प्रकार एक विनीत व्यवहार कुशल രാജകുമാരി കെ രൂപ മേ പ്രിയങ്കു മഞ്ചരി മല്ലിക സെ മിൽനെ ആത്തി ഹെ. ഇപ്രകാരം വിനയത്തോടു കൂടിയ പെരുമാറാൻ കഴിവുള്ള ഒരു രാജകുമാരിയായിട്ട് പ്രിയങ്കു മഞ്ചരി മല്ലികയെ കാണാനായിട്ട് വരിക. അടുത്ത മാതുൽ കോൻ ഹെ. മാതുൽ നമുക്കറിയാം കാളിദാസൻ്റെ അമ്മാവനാണ് മാതുൽ ആഷാഢ് का एक दिन नाटक का नायक पात्र कालिदास का मामा है.
അനാഥ് കാളിദാസ് കാ പാലൻ പോഷൻ മാതുൽ ഹി കർത്താത. അനാഥനായിട്ടുള്ള കാളിദാസനെ പരിപാലിച്ചത് മാതുൽ തന്നെയായിരുന്നു. മാതുലിന്റെ വീട്ടിൽ നിന്നിട്ടാണ് കാളിദാസ് വളർന്നത് എന്നർത്ഥം. പഹലെ വോ കാളിദാസെ നിർദ്ദയതാക്ക വ്യവഹാർ കർത്താത. ആദ്യമൊക്കെ കാളിദാസനോട് വളരെ ദയയില്ലാതെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ലേക്കിൻ ജബ് ഉസെ പതാ ചൽത്താ ഹെ കി കാളിദാസ് കോ രാജകീയ സമ്മാൻ മിലാ ഹെ. പക്ഷെ പിന്നീട് അയാൾക്ക് മനസ്സിലാകുന്നു, ഈ മാതുലിന് മനസ്സിലാകുന്നു, കാളിദാസിന് രാജകീയമായിട്ടുള്ള പദവി ലഭിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തോ മാതുൽ കാ ഭാവ് ബദൽത്താ ഹെ. മാതുലിന്റെ ഭാവം മാറുകയും അവർ ലാഭ് കി കൽപ്പന പി കർത്താ ഹെ. അയാൾ എന്ത് ചെയ്തു, ഇപ്പം രാജകവി തൻ്റെ മരുമകൻ, പെങ്ങളുടെ മകൻ രാജകീയ പദവി ലഭിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലുള്ള ലാഭത്തെപ്പറ്റി ഇയാൾ സങ്കല്പിക്കുകയും ചെയ്യുന്നു. ഇയാൾ ഭാവനയിൽ കാണുകയാണ്, തൻ്റെ മരുമകന് രാജകീയ പദവി കിട്ടിയാൽ അതിൻ്റെ പ്രയോജനം ആർക്കാണ് എന്ന് അയാൾ ഭാവനയിൽ കാണുകയാണ്. ജബ് വോ രാജമഹൽ പहुंचकर ആരാം സെ ജീവൻ ബിത്താ രഹാ ഥാ. അപ്പോൾ കാളിദാസനും കൂടെ പോയി. കാളിദാസനോടൊപ്പം മാതുലും കൂടെ പോയിട്ട് അവിടെ കൊട്ടാരത്തിൽ താമസിക്കുകയാണ്. അവിടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തബ് ഏക് ദിൻ രാജപ്രാസാദ് കെ ചിക്കനെ ഫർഷ് പർ ഫിസൽ കർ അപ്പന ഏക് പയർ തോട് ബായിട്ടുത്താ ഹെ. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, രാജകൊട്ടാരത്തിലുള്ള വഴുവഴുപ്പുള്ള തറയിൽ, ഇപ്പം മാർബിളൊക്കെ ഇട്ട് അതിൽ വെള്ളം വീണാൽ സ്ലിപ്പ് ചെയ്യില്ലേ, ആ സ്ലിപ്പ് ചെയ്യുന്ന തറയിൽ സ്ലിപ്പ് ചെയ്തിട്ട്, വഴുക്കുന്ന തറയിൽ സ്ലിപ്പ് ചെയ്തിട്ട് അപ്പന ഏക്ക് പയർ തോടുമായിട്ട് താഹെ, തൻ്റെ ഒരു കാല് കേടാക്കിയിട്ട്, കാല് പൊട്ടയാണ്, കാലിൻ്റെ എല്ലൊടിയാണ്. ലങ്കട ഹോ ജാനെ പർ ഉസ്കെ ദൃഷ്ടികോണമേ പരിവർത്തൻ ആ ജാത്ത. അയാൾ അങ്ങനെ മുടന്തനായി, ഒരു കാല് വയ്യാണ്ടായി. അപ്പം അതിനുശേഷം അയാളുടെ കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. അയാൾക്കൊരു ജീവിത ചിന്തയുണ്ടായിരുന്നു, അത് പെട്ടെന്ന് മാറുകയാണ്. അവർ കൽത്താഹെ കി രാജപ്രാസാദ് മേ രഹനെ സെ അധിക കഷ്ടതർ സ്ഥിതി സൻസാർ മേ ഹോഹി നഹി സക്തി. രാജകൊട്ടാരത്തിൽ താമസിക്കുന്നതിൻ്റെ അത്ര ദുരിതം പിടിച്ച ഒരവസ്ഥ ലോകത്ത് മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ്. അന്തിമേം വോ അപ്പനെ ഗാവ് മേഹി ലൗട്ടാത്താ ഹെ. അയാൾ അവസാനം തൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെ, തൻ്റെ ഗ്രാമപ്രദേശത്ത് തന്നെ തിരിച്ചു വരുന്നു. ഇസ് പ്രകാർ ചാപ്പലൂസി മേ നിഷ്ണാദ് മൂർഖ് മാതുൽ മാമ നാടക് മേ വിദൂഷക കാ കാം കർക്കെ പാഠകോ കോ ഹസാത്താ ഹെ. ഒരു വരിയിൽ മാതുലിനെ പറ്റിയുള്ള 2-3 ക്യാരക്ടർ എടുക്കുക. ചാപ്പലൂസി മേ നിഷ്ണാദാണ്, മറ്റുള്ളവരെ പുകഴ്ത്തി സ്തുതിച്ച് സോപ്പിട്ട് പറയാൻ മിടുക്കനാണ്. അതിൽ നിഷ്ണ എന്ന് പറഞ്ഞാൽ മിടുക്കനാണ്. പിന്നെ മൂർഖാണ്, ഒരു മണ്ടൻ കഥാപാത്രത്തെ പോലെയാണ് അയാൾ. ഈ നാടകത്തിൽ ഒരു മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന, തമാശ പറയുന്ന വിദൂഷകൻ്റെ പ്രവൃത്തി ചെയ്ത് ഒരു വിദൂഷകൻ ആൾക്കാരെ ചിരിപ്പിക്കുകയല്ലേ ചെയ്യുക, അതുപോലെ വായനക്കാരെ ചിരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ നാടകത്തിലെ മാതുൽ. അടുത്ത മാതൃഗുപ്ത് കോൻ ഹെ. മാതൃഗുപ്ത് നമുക്കറിയാം, കാളിദാസൻ്റെ മറ്റൊരു പേരാണ്. മാതൃഗുപ്ത ആഷാഢ് കാ എക് ദിൻ നാടക കാ നായക പാത്ര കാളിദാസ് കാ നയാ നാം ഹെ. പുതിയ പേരാണ്, കാളിദാസിൻ്റെ പുതിയ പേര്. കശ്മീർ കെ ശാസക് ബന്നെ കെ ബാദ് കാളിദാസിനെ മാതൃഗുപ്ത് നാം സ്വീകാർ കിയാ താ. കാശ്മീരിലെ ഭരണാധികാരി ആയതിനു ശേഷം കാളിദാസൻ മാതൃഗുപ്തൻ എന്നുള്ള പേരാണ് സ്വീകരിച്ചത്. അടുത്തത് പാഠത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. കാളിദാസ് കോ ഹരിൻഷാവക് കൈസേ മില. കാളിദാസിന് മാൻകിടാവിനെ എങ്ങനെ കിട്ടി? ഹരിൻഷാവക് കോ രാജപുരുഷ ദന്തുലിനെ ആഖേട്ട് കിയാത. മാൻപേടയെ, മാൻകിടാവിനെ രാജപുരുഷനായിട്ടുള്ള ദന്തുല് എന്ത് ചെയ്തു? ആഖേട് കിയാത. ആഖേട് കന്ന വേട്ടയാടിയിരുന്നു. വനപ്രാന്തുമേ കാളിദാസിനെ ഉസ് ആഹത്ത് ഹരിൻ ഷാവകോ ദേക്ക. വനപ്രദേശത്ത് വെച്ച് കാളിദാസൻ ആ മുറിവേറ്റ മാൻകിടാവിനെ കാണുകയും അവർ ഉസ്കി സേവ ശുശ്രൂഷ കന്നെ വഹു ഉസേലെ ആയ. എന്നിട്ട് എന്ത് ചെയ്തു? അതിനു വേണ്ട പരിചരണം കൊടുക്കാൻ വേണ്ടി അയാൾ അതിനെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെയാണ് ഹരിൻ ഷാവകിനെ കിട്ടിയത് അയാൾ. അടുത്ത 13ാമത്തെ ചോദ്യം, ഉജ്ജയിനി കെ രാജാനെ കാളിദാസ് കോ ക്യോം സമ്മാൻ കർണ ചാഹ. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഉജ്ജയിനിയിലുള്ള രാജാവ് കാളിദാസിനെ എന്തുകൊണ്ടാണ് ആദരിക്കാൻ ആഗ്രഹിച്ചത്?
കാളിദാസ് ഗ്രാം പ്രാന്തർക്ക ഏക് മാമൂലി കവി, ഒരു സാധാരണ കവിയായിരുന്നു അദ്ദേഹം. होने पर भी ഋതുസംഹാർ ജൈസി കുച്ച് രചനായി ഭി കർത്തേ थे. ഗ്രാമപ്രദേശത്തിലെ ഒരു സാധാരണ കവിയാണ് എങ്കിൽ കൂടിയും ഋതുസംഹാരം പോലെയുള്ള ചില രചനകളും അദ്ദേഹം നടത്തിയിരുന്നു. സമ്രാട്ടിനെ കാളിദാസ് കാ ഋതുസംഹാർ പട, ചക്രവർത്തി, ഉജ്ജയിനിയിലുള്ള ചക്രവർത്തി ഒരിക്കൽ യാദൃച്ഛികമായിട്ട് ഋതുസംഹാരം വായിക്കുകയും അവർ ഉസ്കി ഖൂബ് പ്രശംസാക്കി, അതിനെ നന്നായിട്ട് പ്രശംസിക്കുകയും ചെയ്തു. इसलिए ഋതുസംഹാർ കെ രചയിതാക്കോ രാജാനെ സമ്മാൻ കർണ ചാഹ. അതുകൊണ്ട് ഋതുസംഹാരത്തിൻ്റെ രചയിതാവിനെ എന്ന് പറയുമ്പോൾ കാളിദാസിനെ രാജാവ് ആദരിക്കാൻ ആഗ്രഹിച്ചു. വേ രാജകീയ സമ്മാൻ കോ സ്വീകാർ കർണ നഹീ ചാഹത്തെ. അദ്ദേഹം രാജകീയമായിട്ടുള്ള ബഹുമാനത്തെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നോ? യഹ് കിസ്കാ കഥൻ ഹെ. ഇതാരുടെ വാക്കുകളാണ്? യഹ് ആഷാഢ് കാ ഏക് ദിൻ നാമക് നാടക കാ മുഖ്യ സ്ത്രീ പാത്ര മല്ലിക കാ കഥൻ ഹെ. അപ്പം അയാൾക്ക് രാജകീയ സമ്മാനം കിട്ടി എന്നറിഞ്ഞപ്പോൾ കാളിദാസിൻ്റെ ഫസ്റ്റ് കമൻറ്റ് എന്താണ്? ഞാൻ രാജകീയമായിട്ടുള്ള കാശ് കൊണ്ട് വിൽക്കപ്പെടുന്നവനല്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിന് രാജകവി എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റില്ല എന്നാണ്. ഇത് കേട്ടതും പിന്നെ കാളിദാസൻ്റെ ഈ കമൻറ്റ് കേട്ടതും മല്ലിക ചോദിക്കുകയാണ്, അദ്ദേഹം രാജകീയമായിട്ടുള്ള ആദരവ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നോ എന്നാണ്. ഇതാര് പറഞ്ഞതെന്നാണ് ചോദ്യം. 15. യഹ് മേരാ വർത്തമാൻ ഹേ. ഇതാണ് എൻ്റെ പ്രസൻറ്റ്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. യഹ് കഥൻ കിസ്നെ കിസ്സെ കഹ. ഈ വാക്കുകൾ ആരോട് പറഞ്ഞതാണ്? മല്ലിക കാളിദാസ്. ആ കുഞ്ഞിനെ നോക്കിയിട്ടാണ്. മല്ലികയ്ക്ക് വിലോമിൽ നിന്നൊരു കുഞ്ഞ് ജനിച്ചു. അപ്പോൾ കാളിദാസൻ അവിടെ വന്നപ്പോൾ കുഞ്ഞ് കരയുന്നു. അപ്പോൾ കാളിദാസനോട് മല്ലിക പറയാണ്, യഹ് മേരാ വർത്തമാൻ ഹേ. അടുത്തത് 16ാമത്തെ ചോദ്യം. കാളിദാസ് കി രചനാവുമേ ഗാവ് കെ പരിവേഷ് കാ സ്രോത് ക്യാ ക്യാ ഹെ. കാളിദാസിൻ്റെ രചനകളിൽ ഗ്രാമീണാന്തരീക്ഷത്തിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്? ഏതെല്ലാം ഗ്രാമീണമായിട്ടുള്ള ചുറ്റുപാടാണ് കാളിദാസിൻ്റെ രചനകളിൽ കാണുന്നത്? കാളിദാസ് കി രചനാവുമേ ഗ്രാമപ്രാന്തർ. കാളിദാസിൻ്റെ രചനകളിൽ പശ്ചാത്തലം ഒരുക്കിയത് എന്തൊക്കെയാണ്? ഗ്രാമപ്രദേശം, പ്രേയസി, മല്ലിക, ആകാശ്, മേഘ്, ഹരിയാലി, ഗ്രാമത്തിലുള്ള ആ പച്ചപ്പരപ്പ്, ഹരിണോം കെ ബച്ചെ, മാൻകിടാക്കൾ, പശുപാലക്, മൃഗങ്ങളെ പരിപാലിക്കുന്നവർ തുടങ്ങി ഗാവ് കെ പരിവേഷിക്ക് അനേക സ്രോത് ഹെ. ഗ്രാമാന്തരീക്ഷത്തിൻ്റെ ഒരുപാട് ഉറവിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആഷാഢ് കി പഹലി വർഷ മേ ഭീഗനെ കാ ജോ അനുഭവ് മല്ലികാനെ കിയ ഉസ്കാ വർണ്ണൻ കീജിയെ. ഫസ്റ്റിൽ വരുന്ന ഭാഗമാണ്, ആ നാടകത്തിൻ്റെ ഫസ്റ്റ് വരുന്ന ഭാഗത്തുള്ളതാണ്. ആഷാഢത്തിലെ ആദ്യത്തെ വർഷ എന്ന് പറഞ്ഞാൽ മഴയത്ത് നനഞ്ഞ ആ ഒരു ഫീലിംഗ്, ആ അനുഭവം മല്ലിക എപ്രകാരമാണ് വർണ്ണിച്ചത്? മഴയത്ത് നനഞ്ഞു വന്നല്ലോ, ആ നനഞ്ഞു വന്ന മല്ലിക തൻ്റെ അനുഭവത്തെ എങ്ങനെ വർണ്ണിച്ചു എന്നാണ്. ആഷാഢ് കാ ഏക് ദിൻ നാടക് കെ, ഇവിടെ കെയും കൂടി ചേർക്കുക. നാടക് കെ പ്രഥം അങ്കുമേ കാളിദാസ് की प्रणयिनी के रूप में मल्लिका का चित्रण हुआ है. कालिदास की तरह वह भी प्रकृति सुषमा की अनन्य आराधिका थी. കാളിദാസിനെ പോലെ അവളും പ്രകൃതി ഭംഗിയെ അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പ്രകൃതി കെ മനോഹർ ദൃശ്യ മല്ലിക കെ മൻ കോ മോഹ് ലേത്തെ थे. പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ മല്ലികയുടെ മനസ്സിനെ ആകർഷിപ്പിക്കുന്നു. एक दिन मल्लिका पर्वतमालाओं को सहलाती मेघमालाओं के अपूर्व सौंदर्य को देख रही थी. ഒരു ദിവസം മല്ലിക പർവ്വതമാലകളെ തഴുകി പോകുന്ന മേഘമാലകളുടെ അപൂർവമായിട്ടുള്ള സൗന്ദര്യത്തെ, അസാധാരണമായിട്ടുള്ള സൗന്ദര്യത്തെ ദേഖ് രഹി ഥി, കാണുകയായിരുന്നു. സ്ഥാനീയ കവി കാളിദാസ് ഭി ഉസ്കെ സാത്ത് ഥ. പ്രാദേശിക കവിയാണ് അന്ന് കാളിദാസൻ, അവളോടൊപ്പം ഉണ്ടായിരുന്നു. മല്ലിക ഗീലേ വസ്ത്രവുമേ ഘർ ലൗട്ടി. നനഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് വീട്ടിലെത്തി. ഉസ്കി വൃദ്ധ മാതാനെ ഉസേ ക്രോധ് ഭരി ആങ്കോം സേ ദേഖ. അവളുടെ വൃദ്ധയായിട്ടുള്ള മാതാവ് അവളെ ദേഷ്യത്തോടു കൂടി നോക്കി.
क्योंकि अंबिका को अनुमान हो गया था कि उसकी बेटी वर्षा में कालिदास के साथ थी. കാരണം അവർക്ക് ഊഹമുണ്ടായിരുന്നു തൻ്റെ മകൾ മഴയത്ത് കാളിദാസനോടൊപ്പം ആയിരുന്നു. मल्लिका ने अपनी माँ से आषाढ़ की पहली वर्षा में भीगने के आनंद प्लग का वर्णन किया था. മല്ലിക തൻ്റെ അമ്മയോട് ആഷാഢത്തിലെ ആദ്യ മഴയിൽ നനഞ്ഞ ആനന്ദപുളകത്തെപ്പറ്റി വർണ്ണിക്കുകയായിരുന്നു. ഉസ്നെ കഹാ കി ആജ് കെ വോ ക്ഷൺ മേ കഭി ഭി ഭൂൽ നഹി സക്തി. അവൾ വന്നപാടെ അമ്മയോട് പറയണ്, ഇന്നത്തെ ആ നിമിഷം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. സൗന്ദര്യത് കാ ഐസാ സാക്ഷാത്കാർ കഭി നഹി കിയ. സൗന്ദര്യത്തെ ഇത്രത്തോളം അടുത്ത് കാണാൻ ഇതുവരെ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. मुझे आज मालूम हुआ कि പ്രകൃതി സൗന്ദര്യ ഈ ഭാവനക്കോ കവിതാ കാ രൂപ ദേത്താ ഹെ. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, പ്രകൃതി സൗന്ദര്യം തന്നെയാണ് ഒരാളിൻ്റെ ഭാവനയെ കവിതയുടെ രൂപത്തിലേക്ക് മാറ്റുന്നത്. പ്രകൃതി കെ മുക്ത് ഹോനെ വാലെ കവിക്കോ. പ്രകൃതിയുടെ ആകർഷണത്തിൽ പെടുന്ന കവിക്ക് അപ്പനെ തൻ മൻ കി സുധീഹി നഹി രഹത്തി. തൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ പറ്റിയുള്ള ചിന്ത പോലും ഉണ്ടാവില്ല. അവർ പ്രകൃതി ഉസ്കോ അപരിചിത് അതീന്ദ്രിയ സൗന്ദര്യക്കെ ലോകുമേ ലേ ജാത്തി ഹി. പ്രകൃതി ഒരു കവിയെ അപരിചിതമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള സൗന്ദര്യ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. വർഷാമേ ഭീഗിനേക്ക് ആനന്ദ പുളക 2 പ്രാവശ്യം അത് എഴുതിയിട്ടുണ്ട്. വർണ്ണൻ കർത്തേ സമയ് മല്ലിക കി കൽപ്പനാമേ കാളിദാസ് കി മധുര സ്മൃതിയാൻ തി. തൻ്റെ ആ ആനന്ദ അനുഭവത്തെ വർണ്ണിക്കുന്ന സമയത്ത് മല്ലികയുടെ ഭാവനയിൽ കാളിദാസൻ്റെ മധുരമായിട്ടുള്ള ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജബ് വോ വർണ്ണൻ കർ രഹി തി തബ് ഉസ്കെ മൻ കി പ്രേമ ഭാവന ഭി പ്രകട് ഹോ രഹി തി. അവള് ആ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന സമയത്ത്, പ്രകൃതി ഭംഗിയെ വർണ്ണിക്കുന്ന സമയത്ത് അവളുടെ മനസ്സിൽ പ്രേമഭാവന പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ആരോടുള്ള പ്രേമഭാവന? കാളിദാസനോടുള്ള പ്രേമചിന്തകൾ. ആ പ്രേമചിന്തകൾ എങ്ങനെയുള്ളതാണ്? പവിത്ര, കോമൾ ഔർ അനശ്വര. പവിത്രമായ, കോമളമായ, അനശ്വരമായ പ്രേമഭാവന ആ സമയത്ത് അവളുടെ മനസ്സിൽ ഉടലെടുത്തു. ഇനി 18ാമത്തെ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വായിക്കാം. 18ാമത്തെ ചോദ്യം കേട്ടോ.